ഒരു ദുഃഖവാർത്ത വന്നിരിക്കുകയാണ്. ഗായിക എസ് ജാനകി അന്തരിച്ചു എന്നുള്ള വാർത്തയാണ്. അല്പം മുമ്പാണ് അന്ത്യമുണ്ടായിരിക്കുന്നത്. ജാനകിയമ്മ എന്ന് കേരളം വിളിക്കുന്ന എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ചെന്നൈയിൽ വെച്ചാണോ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്? എസ് ജാനകിയമ്മ എന്നാണ് കേരളം അവരെ വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളായ ജാനകി ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളം മാത്രമല്ല, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, ബംഗാളി, മറാഠി, തുളു, ഉറുദി, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, നിരവധി ഭാഷകളിൽ ജാനകി പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ പാലോടിലേക്ക് അതിൽ ഇപ്പോൾ ഏറ്റവും അധികം ഭാഷകളിൽ പാടിയിട്ടുള്ള ഒരു ഗായികയാണ്. മലയാളത്തിന് എന്നും, കേരളത്തിന് എന്നും ഓർക്കുന്ന ആ പേര് അല്ലെങ്കിൽ ആ ശബ്ദം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആ ശബ്ദം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്ന വാർത്തയാണ്. എപ്പോഴാണ് ഈ അന്ത്യം സംഭവിച്ചത്? ചെന്നൈയിൽ വെച്ചാണോ മരണം? മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മരണം കർണാടകയിലെ മൈസൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്, അപ്പോളോ ആശുപത്രിയിലാണ് മരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിപ്പേരുണ്ടായിരുന്നു എസ് ജാനകിക്ക്. പറഞ്ഞതുപോലെ തന്നെ 17 ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യക്കാരുടെ അല്ല, പുറത്തു നിന്നുള്ളവരുടെ വരെ ഹൃദയം കീഴടക്കിയ ഗായികയാണ്, പിന്നണി ഗായികയാണ് മരിച്ചിരിക്കുന്നത്. 48,000 ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അനശ്വര ഗാനങ്ങളുടെ ശബ്ദമായിരുന്നു എസ് ജാനകി എന്ന് നമുക്കറിയാം. ഇന്ന് വൈകുന്നേരമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജാനകിക്ക് ഇപ്പോൾ 88 വയസ്സായിരുന്നു. 1938 ഏപ്രിൽ 23-നാണ് ജാനകിയുടെ ജനനം. പിന്നീട് 6 പതിറ്റാണ്ടിലേറെയായി ശ്രുതിമധുരമായ ശബ്ദത്തിലൂടെ ചലച്ചിത്ര മേഖലയിൽ ഒരു പരിചിത പേരായിരുന്നു എസ് ജാനകി എന്ന് നമുക്കറിയാം. 17 ഭാഷകളിൽ ഗാനം ആലപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി വ്യക്തമാണ്. ഏതായാലും ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. എസ് ജാനകി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണ് സ്മൃതി. വാർത്തയാണ്. മലയാളിയെ സംബന്ധിച്ച് എന്നും കേൾക്കുന്ന ആ ശബ്ദം മാഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 1987 19-ാം വയസ്സിൽ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഇണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തെലുങ്ക് ചിത്രമായ MLL അവസരം ലഭിച്ചതിന് ശേഷം ജാനകിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഭാഷകളെ നിഷ്പ്രഭമാക്കിയ സ്വരമാധുരി ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ജാനകിയുടെ ഏറ്റവും മധുരമായിരുന്ന ശബ്ദം അത് കേട്ടാണ് മലയാളി ഉണരുന്നത് എന്നുള്ളതാണ്. ജാനകിയുടെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും മലയാളി ചേർത്ത് വെച്ചിട്ടുള്ള പാട്ടുകളാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും ജാനകി പാടിയിട്ടുണ്ട്. ഹിന്ദിയിലും സിംഹള ഭാഷയിലും ബംഗാളിയിലും തുളു, കൊങ്ങിണി ഭാഷയിലടക്കം ജർമ്മൻ ഭാഷകളിലും ഈ സ്വര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായിക എന്ന നിലയ്ക്ക് കൂടിയാണ് ജാനകി ഓർക്കുന്നത്. 1200-ൽ പരം മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം പകർന്നിട്ടുണ്ട്. ഇതിൽ സുപ്രസിദ്ധമായ നിരവധി ഗാനങ്ങൾ ഉൾപ്പെടുന്നു. സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ജാനകിയുടെ ഈ മനോഹരമായ ശബ്ദം ആദ്യം തിരിച്ചറിഞ്ഞവരെ മലയാളത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരങ്ങളുമുണ്ട്. കുട്ടികളുടെ സ്വരത്തിൽ പാടുന്ന ജാനകി, അതും മലയാളം കേട്ടിട്ടുള്ളതാണ്. കുട്ടികളുടെ സ്വരത്തിൽ പാടുന്നതിനുള്ള സവിശേഷമായ ഒരു കഴിവും ഈ ഗായികയ്ക്കുണ്ട്. മലയാളത്തിൽ ഇത്തരം ചില ഗാനങ്ങൾ ആലപിച്ചതുകൂടി നമ്മുടെ മുന്നിലുണ്ട്. 2017-ൽ മൈസൂർ മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് ജാനകി അവസാനിപ്പിച്ചതെന്നുള്ളതാണ്. ഒരു സംഗീതത്തിലെ ഏറ്റവും നൈർമല്യമേറിയ സാന്നിധ്യം എന്നുള്ളതാണ്. ഒരു വിവാദങ്ങളിലും പെടാതെ ഏറ്റവും മനോഹരമായി ആളുകളോട് ഇടപെട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടല്ലാതെ ജാനകി അമ്മയെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക കൂടി എന്ന നിലയ്ക്കാണ് ജാനകിയെ എല്ലാവരും ഓർമ്മിക്കുന്നത്. വ്യക്തിപരമായി ഏറെ ദുഃഖങ്ങളും നഷ്ടങ്ങളും ജാനകി അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ജാനകി അമ്മയുടെ ഭർത്താവ് മരിച്ചു. അതിനുശേഷം ഈ അടുത്താണ് മകനെ നഷ്ടപ്പെട്ടത്. അവർ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ഒരു കാലമാണിപ്പോൾ കടന്നുപോയത്. അതിനിടയ്ക്കാണിപ്പോൾ ഈ ജാനകി അമ്മയുടെ അന്ത്യം സംഭവിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഒരു വിധത്തിൽ മലയാളത്തിലെ എല്ലാ ഗായകരും ഗുരുവായി കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു മാതൃകയായി കണ്ട ഗായിക കൂടിയാണിപ്പോൾ നമുക്ക് ഓർമ്മയായിരിക്കുന്നത് എന്നുള്ളതാണ്. 2017-ൽ ഈ മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് താൻ ഇനി പാടുന്നില്ല, സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് നിർത്തുന്നു എന്ന് ജാനകി അറിയിച്ചത് എന്ന കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, എസ് ജാനകിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ തെറ്റായ വാർത്തകളും പ്രചരിച്ചിട്ടുണ്ട്. ജാനകി അമ്മ മരിച്ചു എന്നുള്ള വാർത്ത പല തവണയായി ആ വാർത്ത ഇങ്ങനെ പ്രചരിച്ചിരുന്നു എന്നുള്ള കാര്യവും ഓർക്കണം. ഇപ്പോൾ അവർ ശരിക്കും നമ്മളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്.